എല്ലാവർക്കും സിനിമ മാനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സിനിമയുടെ ടൈറ്റിലിന് ഒരു പ്രത്യേകതയുണ്ട്. വാട്ട് യു വിഷ് ഫോർ. നിങ്ങൾ എന്തിനെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതേ ആഗ്രഹം ഒരു അത്യാഗ്രഹമായിട്ട് മാറിയ എങ്ങനെയുണ്ടാവും? ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉള്ള ഒരു മനുഷ്യൻ, പുള്ളിക്കാണെങ്കിൽ പൈസയുടെ നല്ല ആവശ്യമുണ്ട്. പക്ഷെ പണത്തിന് വേണ്ടിയിട്ട് അയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. ഇത്ര മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ സിനിമയുടെ കഥയിലോട്ടൊന്ന് എത്തിക്കിട്ടാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷെ എത്തിക്കിട്ടിയാൽ പിന്നെ വേറെ ലെവലാണ്. ത്രില്ലടിച്ചിട്ട് ഇങ്ങനെ പോവും. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റയാനെയാണ്. പുള്ളി നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പഴയ ഫ്രണ്ടായ ജാക്കിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതും സ്പെയിനിലോട്ട്. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എത്തിയ പാടന്നെ ഒരു മെസ്സേജും കിട്ടുന്നു. നീ എന്താ എൻ്റെ കോൾസൊക്കെ അവോയ്ഡ് ചെയ്യുന്നേ എന്നും പറഞ്ഞാണ് മെസ്സേജ്. അയച്ചിരിക്കുന്ന റാബിറ്റ് എന്ന് പറയുന്ന ആളാണ്. മിക്കവാറും ഗേൾ ഫ്രണ്ട് ആയിരിക്കണം. അങ്ങനെ റയാൻ ടാക്സിയുടെ അടുത്തെത്തി. എന്നാൽ ഇവന്മാർക്കാണെങ്കിലോ ഒടുക്കത്തെ ചാർജും. സോ ടാക്സി വേണ്ടാന്ന് വെച്ചു. ഈ ടൈമിലാണ് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരുത്തൻ ഇവൻ്റെ പേരുള്ള ബോർഡും പിടിച്ച് നിൽക്കുന്നത്. ഇത് കണ്ടേക്ക് റയാനാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ജാക്കിന് ഇത്രയും വലിയ സെറ്റപ്പോ? കാറ്, കൂട്ടിട്ട മാനേജർ, എന്തുവാടേ ഇത് എന്നൊരു രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. അങ്ങനെ കാറിൽ കയറുന്നു, ജാക്കിൻ്റെ അടുത്തോട്ട് പോകുന്നു. ആ സമയത്താണ് ഈ മാനേജർ ഒരു കത്ത് കൊടുക്കുന്നത്. നോക്കുമ്പോൾ ജാക്കിൻ്റെ കത്താണ്. ജാക്ക് തൽക്കാലത്തിന് വീട്ടിലില്ല, വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് പോയിരിക്കുകയാണ്. അതുമാത്രമല്ല, വീട് തുറക്കാനുള്ള സെക്യൂരിറ്റി കോഡും ആ കത്തിനകത്തുണ്ട്. സോ ഇതൊക്കെയാണ് ആ കത്തിലുള്ളത്. അങ്ങനെ ജാക്കിൻ്റെ വീട്ടിലെത്തി. വീടാണെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ്. ഭംഗിയുള്ള ഗാർഡൻ, അതുപോലെ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയും. അതുമാത്രമല്ല അവൻ കാണുന്നത്, ഈ ജാക്കിൻ്റെ വീട് ഒരൊന്നൊന്നര വീടാണ്. ചുരുക്കി പറഞ്ഞാൽ ജാക്ക് അങ്ങ് വളർന്ന് പന്തളിച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ കയറി. വീട്ടിലില്ലാത്ത സാധനങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൈൻ ബോട്ടിൽ കാണുന്നത്. പക്ഷേ ഈ സാധനത്തിനാണെങ്കിൽ നല്ല പഴക്കമുണ്ട്. അതിനർത്ഥം അത് അത്രയും എക്സ്പെൻസീവാണ്. സോ ചില്ലറക്കാരനല്ല ഇപ്പോൾ ജാക്ക്. അങ്ങനെ വീട് കണ്ട് ബോറടിച്ച റയാൻ കുക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവൻ്റെ ജോലി എന്താന്ന് നമുക്ക് കത്തത്തുള്ളൂ. ആൾ നല്ല ഒന്നാന്തരം ഷെഫാണ്. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് നമ്മളുടെ ജാക്ക് വരുന്നത്. ജാക്കിനെ കണ്ടപാട് റയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ജാക്ക് കുപ്പിയെടുക്കുന്നു. എന്നാലൊരു നോർമൽ കുപ്പിയാണ് എടുക്കുന്നത്, എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇത് കണ്ടപാട് റയാൻ മറ്റേ എക്സ്പെൻസീവ് ആയിട്ടുള്ള വൈനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ജാക്ക് ഒരു കാര്യം പറയുന്നത്. അതെൻ്റെയല്ല, അത് ഞങ്ങളുടെ ഏജൻസിയുടെ കുപ്പിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കേറ്ററിംഗ് കമ്പനിയിലാണ്. അവരിടയ്ക്ക് വലിയൊരു ഡിന്നർ നടത്തും. അത് നടത്താറ് ഇതുപോലുള്ള വലിയ വലിയ വീടുകളിലാണ്. ഈ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യലാണ് എൻ്റെ ജോലി. ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ ഏജൻസിക്കാരുടെയാണ്. ഇതൊക്കെ കേട്ടിട്ട് റയാനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇവിടെ ജാക്കിനാണെങ്കിൽ നല്ല സുഖമായിട്ടുള്ള ജീവിതമാണ്. വർക്ക് ചെയ്യുന്നത് കേറ്ററിംഗ് കമ്പനിയിലാണേലും പുള്ളിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ രാജ്യത്ത് ഇതുപോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതാണ് പുള്ളിയുടെ ജോലി. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ സാലറിയും. പിന്നെ ഞെട്ടാണ്ടിരിക്കുമോ? അങ്ങനെ റയാൻ ചോദിക്കുകയാണ്, ഡേയ് ഇവിടെ വല്ല ഷെഫിൻ്റെ പണിയും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. നീ പറയുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ. സംഭവം നല്ല സാലറി ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഡിന്നർ കഴിക്കാൻ വരുന്ന പണക്കാർക്ക് കുറച്ച് വിനോദങ്ങളുണ്ട്. അത് സഹിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. സോ ഇവിടെ വരുന്ന റിച്ച് ആളുകൾക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്നർത്ഥം. അങ്ങനെ പിറ്റേ ദിവസമായി ഇവർ ജോഗിങ്ങിന് പോകുന്നു. അപ്പോഴാണ് ആ സ്ഥലം റയാൻ മൊത്തത്തിൽ കാണുന്നത്. വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു കുളമുണ്ട്. അങ്ങനെ ജോഗിങ് കഴിഞ്ഞു. ഇവർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു. ആ സമയത്താണ് റയാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ നാട്ടിലെ ആൾക്കാർ മുഴുവൻ പാവപ്പെട്ട ആൾക്കാരാണ്. ഇത്രയും പോറായിട്ടുള്ള ടൗണിലൊക്കെ വന്നിട്ട് എന്തിനായിരിക്കും ഈ പണക്കാർ ഡിന്നർ നടത്തുന്നുണ്ടാവുക എന്നൊരു ഡൗട്ട് അവൻ്റെ ഉള്ളിലായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ കയറുന്നു. ആ സമയത്ത് ആലിസ് എന്നൊരു ലേഡിയുമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നുണ്ട്. അവളാണെങ്കിൽ ഉണ്ടായിരുന്ന ജോലിയൊക്കെ വിട്ട് നാട് ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അവർ കൂടുതൽ അടുത്തു. അന്ന് രാത്രി ആലിസ് ജാക്കിൻ്റെ വീട്ടിലാണ് തങ്ങുന്നത്. അതും ജാക്കിൻ്റെ കൂടെ. പുള്ളി നൈസായിട്ട് അങ്ങ് വളച്ചിരിക്കുകയാണ് അവളെ. അങ്ങനെ അന്ന് രാത്രി ജാക്കും റയാനും അവരുടെ പഴയൊരു കഥ പറയുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ജാക്കിൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ച് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ റയാൻ്റെ വാച്ചാണ്. പക്ഷെ ചെറുപ്പത്തിലെങ്ങാണ്ട് ഈ വാച്ചിന് വേണ്ടിയിട്ട് ഇവർ ബെറ്റ് വെച്ചു. അങ്ങനെയാണ് ഈ വാച്ച് ജാക്കിൻ്റെ കൈകളിലെത്തിയത്. സോ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷമായിട്ട് റയാൻ്റെ വാച്ച് ജാക്കിൻ്റെ കയ്യിലാണ്, ആ ഒരു ബെറ്റിൻ്റെ പേരിൽ. ഇപ്പോൾ ജാക്കാണെങ്കിലോ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറുമല്ല. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ തന്നെ റയാൻക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അതും ഇന്നലെ മെസ്സേജ് അയച്ച അതേ റാബിറ്റ് തന്നെ. പക്ഷേ ഈ മെസ്സേജ് കുറച്ച് പ്രശ്നമാണ്. നീ പണ്ടേ രാജ്യം വിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് 3 ദിവസം കൂടെ ബാക്കിയുണ്ട്. അതിനകത്ത് തരാനുള്ളത് തന്നില്ലേ പിന്നെ നിനക്കായിരിക്കും പണി കിട്ടുക.
സോ ഈ റാബിറ്റ് എന്ന് പറയുന്നത് ഇവൻ്റെ ഗേൾഫ്രണ്ടും കോപ്പൊന്നുമല്ല, ഇതൊരു ഭീഷണിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവൻക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജാക്കാണെങ്കിൽ ആലിസിനെ തിരിച്ചു കൊണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് റയാൻ ജാക്കിനോട് ഒരു കാര്യം ചോദിക്കുന്നു. ഡേയ്, നിന്റെ വർക്ക്, സാലറി എല്ലാം ഓക്കെ, പക്ഷെ നീ എങ്ങനെയാടാ ഇത്രയും വലിയ ഏജൻസിയുമായിട്ട് സെറ്റായേ? ഇത് കേട്ടേക്ക് ജാക്കാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരുമാതിരി സീക്രട്ടൊക്കെ പോലെ. അങ്ങനെ ജാക്ക് പോയി. ഈ സമയത്താണ് ജാക്ക് അറിയാതെ റയാൻ ജാക്കിന്റെ ബാങ്ക് ബാലൻസ് നോക്കുന്നത്, അതും ജാക്കിന്റെ തന്നെ ലാപ്ടോപ്പിൽ. ഓൾറെഡി ഇമെയിലും പാസ്വേഡും സേവ് ആക്കി വെച്ചുകൊണ്ട് അതൊന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ബാങ്ക് ബാലൻസ് കണ്ടു. വലിയൊരു എമൗണ്ട് തന്നെയുണ്ട് ഈ ജാക്കിന്റെ കയ്യിൽ. ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് റയാന്. അങ്ങനെ രാത്രിയായി. വർക്ക് കഴിഞ്ഞ് ജാക്ക് തിരിച്ചെത്തി. പക്ഷെ ജാക്കാണെങ്കിൽ ഭയങ്കര അപ്സെറ്റാണ്. എന്താ കാര്യം എന്നൊക്കെ റയാൻ ചോദിക്കുന്നുണ്ട്. റയാൻ, അവർ പറയുന്നത് ഈ ലോകം നശിക്കാൻ പോവുകയെന്നാ, അതും 10 വർഷത്തിനുള്ളിൽ. എനിക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. ഇങ്ങനെ പല പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാക്ക്. അങ്ങനെ രാവിലെയായി. റയാൻ എഴുന്നേറ്റ് ജാക്കുമായിട്ട് വർത്താനം പറയാൻ ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അവൻ കണ്ടത് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ജാക്കിൻ്റെ ഡെഡ് ബോഡിയാണ്. അത് കണ്ടേക്ക് അവനാകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരു തരം മരവിച്ച അവസ്ഥയായിരുന്നു. കാരണം അത്രയും അടുത്ത സുഹൃത്താണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു പോയിന്റിൽ വെച്ച് അവനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലീസിനെയാണ് എല്ലാവരും അറിയിക്കുക. പക്ഷേ അവനത് ചെയ്തില്ല. പകരം ജാക്കിൻ്റെ ഡെഡ് ബോഡി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുന്നു. എന്നിട്ടൊരു ക്ഷമ പറയുന്നുണ്ട്. ശേഷം അവൻ നേരെ പോകുന്നത് ജാക്കിൻ്റെ ലാപ്ടോപ്പ് എടുക്കാനാണ്. മനസ്സിലായി കാണുമല്ലോ എന്തിനാണ്. ജാക്കിൻ്റെ അക്കൗണ്ടിലെ ക്യാഷ് തട്ടാനാണ് റയാൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. പക്ഷെ ഇന്നലെ ലാപ്പ് ഓൾറെഡി ഓൺ ആയിരുന്നുകൊണ്ട് പാസ്വേഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സാധനം ഷട്ട് ഡൗൺ ആണ്. സോ പാസ്വേഡ് വേണം. അതിനുവേണ്ടി യൂട്യൂബ് എടുക്കുന്നു, പാസ്വേഡ് ക്രാക്ക് ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കുന്നു. അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല. ബാങ്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് കണ്ടുപിടിക്കണം. അങ്ങനെ ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുന്നുണ്ട്. പുതിയ പാസ്വേഡ് ഉണ്ടാക്കാനാണെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറും പിൻ നമ്പറും വേണം. എന്നാൽ അവിടെയാണ് അടുത്ത പ്രശ്നം. ഡെബിറ്റ് കാർഡ് ഉണ്ട്, പിൻ നമ്പർ ഇല്ല. സോ അവൻ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു നുണക്കഥ അടിച്ചിറക്കുന്നുണ്ട്. ഞാൻ ജാക്കാണ് സംസാരിക്കുന്നത്. എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഞാൻ മറന്നുപോയി. പെട്ടെന്നാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അതിലൊരു ബ്രെയിൻ ഇഞ്ചുറിയും കിട്ടി. അതിനുശേഷം ഒന്നും അങ്ങോട്ട് ഓർമ്മയില്ല. സോ യൂസർ നെയിമും പാസ്വേഡും റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാവുമോ? ഇത് കേട്ടേക്ക് ബാങ്കർ ആണെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് ജാക്കിൻ്റെ അമ്മയുടെ വേലക്കാരിയുടെ പേരെന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജസ്റ്റ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതൊക്കെ ഉണ്ടാ ഇവൻക്കറിയാം. സോ പിന്നെയും സെയിം സ്റ്റോറി, അതായത് ഓർമ്മയില്ലാന്ന് തട്ടി വിടുന്നുണ്ട്. അങ്ങനെ ബാങ്കർ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ID പ്രൂഫ് എടുത്തിട്ട് ബാങ്കിലോട്ട് വാ. അങ്ങനെ ജാക്കിൻ്റെ ഐഡൻറ്റിറ്റി ഇവൻ അങ്ങ് എടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിൻ്റെ പടിയായിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് ഫേക്ക് ഡ്രൈവിംഗ് ലൈസൻസ്. അതൊരു സൈറ്റ് വഴി എടുക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടാനായിട്ട് 3 ദിവസം പിടിക്കും. അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ടൈമിലാണ് റാബിറ്റിൻ്റെ മെസ്സേജ്. ഞങ്ങൾക്ക് കിട്ടേണ്ട തുക അടുത്ത 3 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ അമ്മയെ ഞങ്ങളങ്ങ് കൊന്നുകളയും. സോ പൈസയാണ് ഇവൻ്റെ പ്രശ്നം. അങ്ങനെ ഒരു 25K എക്സ്ട്രാ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് ഒരാഴ്ച കൂടുതൽ മേടിക്കുന്നു. പക്ഷെ റാബിറ്റ് ആണെങ്കിൽ 50K ആണ് ചോദിക്കുന്നത്. എന്നാൽ പണം ഇപ്പോൾ ഒരു പ്രശ്നമല്ലല്ലോ. സോ അവൻ അതും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ജാക്കിൻ്റെ ബോഡിയിൽ ഡംബൽസ് കെട്ടി തൊട്ടടുത്തുള്ള മറ്റേ കുളം ഉണ്ടല്ലോ അതിനകത്ത് കെട്ടി താഴ്ത്തുന്നുണ്ട്. ജാക്കിനെ അന്വേഷിച്ച് വരാനാണെങ്കിൽ ഭാര്യയോ കുട്ടികളോ ആരുമില്ല. സോ സംഭവം ക്ലീനാണ്. അങ്ങനെ പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ അവൻ പുറത്ത് പോകുന്നുണ്ട്. അപ്പോഴാണ് റാബിറ്റിൻ്റെ അടുത്ത മെസ്സേജ്. പുള്ളി 50K ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാഴ്ചയൊന്നും സമയം കൊടുക്കുന്നില്ല, നാളെ തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ റയാൻ ഒന്നും നോക്കിയില്ല. 100K ആണ് ഓഫർ ചെയ്യുന്നത്. കുറേ പൈസ ഉണ്ടല്ലോ. എന്നാൽ ഈ സമയത്ത് റാബിറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ അമ്മയെ നിനക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് നാളെ തന്നെ കിട്ടണം. ഇവിടെ ഫേക്ക് ലൈസൻസ് കിട്ടാൻ തന്നെ 3 ദിവസം വേണം. സോ ഇങ്ങേര് പിന്നെയും കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കുറേ പേരോട് പൈസ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ പോലും ക്യാഷ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലേക്കാണെങ്കിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട്. അവൻ അകത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ ജാക്കിൻ്റെ ഏജൻസിയാണ്. അവരെങ്ങാനും ജാക്ക് ഇവിടെ ഇല്ലാന്നറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇവളാണ് ഇമോജിൻ, ഇവൻ മോറിസ്. ഇമോജിനെ ഈ ഏജൻസിയുടെ മാനേജർ എന്നൊക്കെ വേണേ വിളിക്കാം. അങ്ങനെ ഇമോജിൻ ചോദിക്കുകയാണ്, ജാക്ക് ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ഇത് കേട്ടേക്ക് റയാൻക്ക് ഒരു കാര്യം മനസ്സിലായി. ജാക്കിനെ ഇവർ ഇന്നേ വരെ കണ്ടിട്ടില്ല.
ജേക്കാണെന്നും കരുതിയാണ് ഇമോജിൻ റയാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റയാൻ പറയാണ് അതൊക്കെ സെറ്റാണ്, ഫുഡിന്റെ മെനു മാത്രം ഒന്ന് ലോക്ക് ചെയ്യാനുണ്ട്, ബാക്കിയൊക്കെ സെറ്റ്. പിന്നെ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. സാധാരണ നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് എമൗണ്ട് ആണ് ഞാൻ വാങ്ങല്. ഇപ്രാവശ്യം എത്ര കിട്ടും? 300K. ഇത് കേട്ടേക്ക് റയാൻ്റെ കണ്ണങ്ങ് തള്ളുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൊട്ടന് ലോട്ടറി അടിച്ച അവസ്ഥയാണിപ്പോൾ. അങ്ങനെ റയാൻ പറയാണ് അതെ, അഡ്വാൻസ് ആയിട്ടിപ്പോൾ എന്തേലും തരാൻ പറ്റുമോ? നിനക്കെത്ര വേണം? ഒരു 50,000? ഓക്കെ ഡൺ എന്നും പറഞ്ഞുകൊണ്ട് ക്യാഷ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ക്യാഷ് അവൻ അപ്പം തന്നെ റാബിറ്റിനും അയക്കുന്നു. സോ അമ്മ സേഫായി. പക്ഷെ ഇവൻ്റെ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ഇമോജിന് എന്തൊക്കെയോ ഡൗട്ട് വരുന്നുണ്ട്. ഇതേ സമയം റയാനാണെങ്കിലോ എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ച് കയറാമെന്നും കരുതി പുള്ളി ഏജൻസിയുടെ ഈ വർക്ക് അങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രൊഡ്യൂസ് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇമോജിൻ. പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് മീറ്റാണ് കേട്ടോ, ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഇറച്ചി. എന്നാൽ ഈ സമയത്ത് റയാൻ പറയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മീറ്റൊന്നും സെറ്റാക്കിയിട്ടില്ല. ഇവിടുത്തെ ലാംഗ്വേജ് സ്പാനിഷ് ആയതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും അങ്ങോട്ട് കത്തുന്നില്ല. ഇത് കേട്ട ഇമോജിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം നാളെയാണ് ഡിന്നർ. മീറ്റൊക്കെ കളക്ട് ചെയ്ത് ഫുള്ള് സെറ്റാക്കാനാണ് ജാക്കിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഒന്നും സെറ്റായിട്ടില്ല. എന്നാൽ ഇവിടെ റയാൻക്കാണെങ്കിൽ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് 5 റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഡിന്നറിന് വരുന്നത്. ജസ്റ്റ് 5 പേർക്കുള്ള ഫുഡ് മതിയല്ലോ. സോ മീറ്റ് ഒന്ന് ഒപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം മീറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇമോജിനും മോറിസും കൂടെ റയാനെയും കൂട്ടി പോകുന്നുണ്ട്. സാധാരണ നമ്മൾ ഇറച്ചി വാങ്ങാറ് ഇറച്ചിക്കടയിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ഇവർ പോകുന്നത് ഒരു ചർച്ചിന്റെ ഫ്രണ്ടിലോട്ടാണ്. ഇനിയാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത്. വരാൻ പോകുന്ന റിച്ച് ആൾക്കാർക്ക് ആവശ്യം മനുഷ്യരുടെ മാംസമാണ്. അതിനു വേണ്ടിയിട്ട് പാവപ്പെട്ട ടൗൺ ഇവർ സെലക്ട് ചെയ്യും. ശേഷം അവിടെയുള്ള 2 ആൾക്കാരെ പിടിച്ചു വെച്ച് കുക്ക് ചെയ്ത് പണക്കാർക്ക് തിന്നാൻ കൊടുക്കും. ഇതാണ് ഈ ഏജൻസിയുടെ ജോലി. ഇതാണ് നേരത്തെ പറഞ്ഞ കാറ്ററിംഗ് സർവീസ്. ഇതറിഞ്ഞപാട് റയാൻക്കാണേൽ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരൊറ്റ പണി ചെയ്ത് മടുത്തിട്ടാണ്, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാണ് ജാക്ക് ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. അതിപ്പോഴാണ് റയാൻക്ക് മനസ്സിലാവുന്നത്. റയാൻക്കാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല. അവനാകെ പാനിക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇമോജിൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഏജൻസിയിൽ നിന്ന് നിന്നെ ഈ പണി ഏൽപ്പിച്ചപ്പോൾ നിനക്ക് പേടിയുള്ള കാര്യമൊന്നും അവർ പറഞ്ഞില്ലല്ലോ. ജാക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഡിന്നറെങ്ങാനും കൊളായ അത് ഏജൻസിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നിന്റെ ജീവൻ ഏജൻസി അങ്ങ് എടുക്കും. ഇത് കേട്ടേക്ക് റയാനാണെങ്കിലോ പിന്നെയും കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് പൈസക്ക് വേണ്ടിയിട്ടുള്ളൊരു കളി തുടങ്ങിയതാണ്. പക്ഷേ അതിപ്പോൾ ഒടുക്കത്തെ കളിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. ജസ്റ്റ് മനുഷ്യരെ പിടിച്ചു കൊടുക്കുക, കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. അതായത് ജാക്കിൻ്റെ ജോലി എന്താണോ അതിവിടെ ചെയ്യുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യുന്നത് വലിയൊരു തെറ്റാണല്ലോ. അങ്ങനെ ഇമോജിൻ പറയാണ് ഇന്നെന്തായാലും ലേറ്റായി, നാളെ രാവിലെ തന്നെ 2 പേരെ സെലക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് വരണം. മോറിസും ഉണ്ടാവും നിന്റെ കൂടെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് മോറിസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വീട്ടിലെ 2 റൂമിലും പെട്ടിയും സാധനങ്ങളും ഇരിപ്പുണ്ട്. അതായത് ഒന്നിൽ ജാക്കിൻ്റെ, ഒന്നിൽ റയാൻ്റെ. ഇത് കണ്ടേക്ക് റയാനാണെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി റയാൻ ആരും അറിയാതെ പുറത്ത് കിടക്കാൻ നോക്കുകയാണ്. പക്ഷേ നടന്നില്ല. അവൻ്റെ മുന്നിലതാ ഇമോജിൻ. നീ ഇതെങ്ങോട്ടാ ഈ നേരത്ത്? ഏയ് ഞാൻ ചുമ്മാ വെള്ളം കുടിക്കാനായിട്ട്. അത് ശരി, എന്നാ ഇതാ വെള്ളം കുടി, ധാരാളം കുടി. സോ റയാൻക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല എന്നുള്ളത് അവന് മനസ്സിലായി. ഈ സമയത്ത് ഇമോജിൻ ഈ ഏജൻസിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഏജൻസി കൊല്ലത്തിൽ ഏവറേജ് 75 പേരെ കൊല്ലും. അത് കുക്ക് ചെയ്ത് ഫുഡാക്കി പണക്കാർക്ക് കൊടുക്കും. ഇത് കഴിക്കാൻ വരുന്ന പണക്കാർ ഇതിന് പകരമായിട്ട് 1.5 മില്യൺ തരുകയും ചെയ്യും. സോ അവരുടെ വിനോദത്തിന് വേണ്ടി പാവങ്ങളുടെ ജീവൻ ബലി കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ കാനിബലിസം എന്നും വേണേ പറയാം. ജാക്ക്, നീ വിചാരിക്കുന്ന പോലെ നമ്മൾ വെറും മോശം കാര്യം മാത്രമൊന്നുമല്ല ചെയ്യുന്നത്. കിട്ടുന്നതിൽ നിന്ന് 10% പാവങ്ങൾക്ക് കൊടുക്കും. ഇത്രയും പോപ്പുലേഷൻ ഭൂമിയിലുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് റയാൻക്കാണേൽ എന്ത് പറയണമെന്നും കൂടെ അറിയില്ല. അത്രയും മുണന്ത ന്യായങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ആൾക്കാരെ പിടിക്കാൻ വേണ്ടി മോറിസും റയാനും ഇറങ്ങിയിട്ടുണ്ട്. അതേ ചർച്ചിൻ്റെ ഫ്രണ്ടിലോട്ട് ധാരാളം ആളുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. മോറിസ് ചോദിക്കുകയാണ് ജാക്ക്, ആരെയാണ് നമുക്കിവിടെ ആവശ്യം? ഈ വക ചോദ്യങ്ങൾ കേട്ടിട്ട് ജാക്കിനാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല. എന്തേലും ആവട്ടെ എന്നും കരുതി 2 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരാൾ വയസ്സായ സ്ത്രീയാണ്. വയസ്സായ ആൾക്കാരുടെ ഇറച്ചി അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അവരെ വേണ്ടാന്ന് വെക്കുന്നു. എന്നിട്ട് കൂടെയുള്ള ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അവളെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടായില്ല, പിന്നെ വേണം ഒരു ബോഡി കൂടെ. അങ്ങനെ അവരുടെ പിന്നാലെ പോകുന്നു. മോറിസ്, നമ്മൾ കൊല്ലാൻ പോകുന്ന ഇര എന്താണേലും അവർക്ക് സ്ട്രെസ്സും ഫിയറും കൂടിയാ പിന്നെ അവരുടെ ഇറച്ചിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ജാക്ക്, നീ എന്ത് വിചാരിച്ചു ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാ? നമ്മളവരെ കൊല്ലാൻ പോകുന്ന കാര്യം അവർ പോലും അറിയില്ല.
അത്രയും പെർഫെക്റ്റ് മേർഡറാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് റയാന്. അങ്ങനെ ഇവർ ഫോളോ ചെയ്യുന്നു. പോയി ആരുമില്ലാത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് ആ ലേഡീസിനെ കാണാനില്ല. ഇവർ കാറിൽ നിന്ന് ഇറങ്ങുന്നു, ചുറ്റും നോക്കുന്നു. പെട്ടെന്ന് അത് അവരുടെ ഫ്രണ്ടിലോട്ട് ഒരു മെക്കാനിക് വരുന്നു. അവൻ്റെ പേരാണ് ജോസ്. അങ്ങേരുടെ ബോഡി ആണേൽ നല്ല അസല് ഹെൽത്തിയാണ്. അവനെ കണ്ടേക്ക് മോറിസ് നൈസായിട്ട് റയാനെ ഒന്ന് നോക്കുന്നുണ്ട്. റയാൻ ഇവൻ്റെ ബോഡി കറക്റ്റ് ആണെന്നും സിഗ്നൽ കൊടുക്കുന്നു. അങ്ങനെ കാറിനൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പുള്ളിയെ കാറിൻ്റെ അടുത്തോട്ട് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വണ്ടിയുടെ അടിയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതൊന്ന് നോക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് പുള്ളിക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. സോ ജോസ് പിന്നെ ഒന്നും നോക്കിയില്ല, അടിയിലോട്ട് കയറി കിടക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ മോറിസ് ഗണ്ണെടുക്കുന്നു, അവനെ കൊല്ലുന്നു. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് പോലീസ് വരുന്നത്, അതും നേരത്തെ കണ്ട ലേഡീസിൻ്റെ ഒപ്പം. ഇത് കണ്ടേക്ക് ജോസിൻ്റെ പുറത്തുള്ള കാല് നൈസായിട്ട് കാറിൻ്റെ അടിയിലോട്ട് അങ്ങ് തട്ടുന്നുണ്ട്. ഈ ലേഡീസിനാണെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ ഇവിടെ എത്തി. അങ്ങനെ പോലീസുകാരൻ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ ഇവരെ ഫോളോ ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് മോറിസ് ഒരു നുണക്കഥ അങ്ങ് അടിച്ചിറക്കുന്നുണ്ട്. അയ്യോ, ഞങ്ങളിവരെ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളൊരു ആർക്കിടെക്ചർ കമ്പനിയിൽ നിന്ന് വരികയാണ്. ഇവിടെ ഒരു ഹോട്ടൽ കെട്ടാൻ പ്ലാൻ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പോലീസുകാരനാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ മോറിസ് അപ്പം തന്നെ അവർക്കൊരു ഫേക്ക് ആർക്കിടെക്ചർ കമ്പനി കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഏജൻസി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത്. എങ്ങാനും പിടി വീണ് കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ചർ കമ്പനിയാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടാലോ. സോ മൊത്തം പ്ലാനോടെയാണ് ഇവരിങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. സോ പോലീസുകാരൻ തൽക്കാലത്തിന് വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ജാക്കും മോറിസും വീട്ടിലോട്ട് മടങ്ങി വിത്ത് ജോസിൻ്റെ ബോഡി. അങ്ങനെ വീട്ടിലെത്തി. ഡിന്നറിനാണെങ്കിൽ ഇനി വെറും 1 മണിക്കൂർ മാത്രം. ഇവർക്കാണെങ്കിൽ ഒരൊറ്റ ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇവരുടെ പ്ലാന്. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ കേസിൽ തന്നെ പോലീസുകാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ സേഫ് അല്ല. ഇനിയാണ് ജാക്കിൻ്റെ യഥാർത്ഥ ജോലി റയാൻക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കൊണ്ടുവന്ന ബോഡി ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിലെ മാംസം വേറെയാക്കണം. സോ ഭയങ്കരമായിട്ട് അറപ്പും വെറുപ്പും വരുന്നൊരു ജോലിയാണിത്. പക്ഷേ അവൻ്റെ ജീവൻ അവനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. സോ അവൻ പണി തുടങ്ങി. അത് മാത്രമല്ല, ഈ ജോസിൻ്റെ നാക്കുണ്ടല്ലോ അതെടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. കാരണം ഈ റിച്ച് ആൾക്കാർ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യരുടെ നാക്ക്. പിന്നെ ഈ ബോഡി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ട് ഈ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഏജൻസിയുടെ കുറേ ജോലിക്കാരെത്തിയിട്ടുണ്ട്. അങ്ങനെ ജാക്കിൻ്റെ ജോലി കഴിഞ്ഞു. അവനാകെ ഇല്ലാണ്ടായിട്ടാണ് അതിനകത്ത് നിന്ന് ഇറങ്ങുന്നത്, അതും ചോരയിൽ കുളിച്ചിട്ട്. അങ്ങനെ അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അത്രയ്ക്കും പോയിട്ടുണ്ട് അവൻ്റെ മൈൻഡ്. ഈ സമയത്താണ് മോറിസ് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നതും ഈ ബോഡിയുടെ വേസ്റ്റ് ആസിഡ് ഉപയോഗിച്ച് ഉരുക്കി കളയുന്നതും. റയാനാണേലോ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവൻക്ക് വന്നൊരു മെയിൽ കാണുന്നത്. നോക്കുമ്പോൾ ജാക്ക് എന്ന പേരിലെ ഫേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതപ്പം തന്നെ അവൻ മാറ്റിവെക്കുന്നു. അതെങ്ങാനിവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അങ്ങനെ റയാൻ ആരും അറിയാതെ പിന്നെയും പുറത്ത് കടക്കാൻ നോക്കുന്നുണ്ട്. ബാഗ് പാക്ക് ചെയ്യുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു വർക്കർ ഫ്രണ്ടിലോട്ട് ചാടുന്നത്. സോ വണ്ടി അടിച്ചു. ഈ വണ്ടിയാണേൽ ഇനി മുന്നോട്ട് പോകത്തൂല. ചുരുക്കി പറഞ്ഞാൽ അവൻ പിന്നെയും കുടുങ്ങിയെന്നർത്ഥം. ഈ സമയത്താണ് അങ്ങോട്ട് മോറിസ് വരുന്നത്. മോറിസിനെ കണ്ടപാട് പല വക നുണകൾ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ മോറിസിന് മനസ്സിലായി ഇവൻ രക്ഷപ്പെടാൻ നോക്കിയതാണെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് വണ്ടി തള്ളി തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവർ കുറേ സംസാരിക്കുന്നുണ്ട്. ജാക്ക്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടാ അവർ നിന്റെ പിന്നാലെ വന്ന് കൊല്ലും. മോറിസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരിക്കലും ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഈ മനുഷ്യരെയൊക്കെ കൊല്ലുന്നത്? ഈ സമയത്ത് മോറിസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ പോർക്ക് കഴിക്കുന്ന സമയത്ത് എന്തിനാണ് ആ പാവത്തിനെ കൊല്ലുന്നതെന്ന് നീ ഓർക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് കഴിക്കുന്നതെന്ന് നീ ഓർക്കാറുണ്ടോ? അതുപോലെ തന്നെയാണ് ഇതും. ഞാൻ എന്തിന് ഇവിടുന്ന് പുറത്ത് കടക്കണം? എനിക്കാവശ്യമായിട്ടുള്ള പണം, സ്വത്ത്, ഇതെല്ലാം എനിക്കവർ തരുന്നുണ്ട്. ഇത് കേട്ടപാട് റയാന് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഏജൻസിയിൽ നിന്ന് ഒരാൾ പോലും ഇന്നേ വരെ പുറത്ത് പോയിട്ടില്ലേ? പോയിട്ടുണ്ട്, ഒരു ഷെഫ്. അവളുടെ പേരാണ് അലീന. അവൾക്ക് ഈ ജോലി വല്ലാത്ത അറുപ്പും വെറുപ്പുമായിരുന്നു. അവളുടെ മൈൻഡാകെ മാറാൻ തുടങ്ങി. പക്ഷെ ഒരു ദിവസം അലീന ഒരു കിടിലൻ ഡിന്നർ ഉണ്ടാക്കി. അതും ഒടുക്കത്തെ ടേസ്റ്റ്. ഇതാണെങ്കിൽ റിച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ബോണസായിട്ട് കുറേ പണം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ ആവശ്യം അതല്ലായിരുന്നു. അവൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ് ഏജൻസിയുമായിട്ട് നേരിട്ട് കാണുക എന്നുള്ളതാണ്. അങ്ങനെ അവരതിന് സമ്മതിച്ചു. അവൾ അവരോട് ആവശ്യപ്പെട്ടു ഇതിൽ നിന്ന് പുറത്തു പോകണമെന്ന്. ഏജൻസിക്ക് വേണ്ടി അത്രയും കിടിലൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവളെ വെറുതെ വിട്ടു. ഇപ്പം അവളൊരു വെൽത്തി ഫാമിലിയുടെ കുക്കാണ്. സുഖജീവിതം.
പിന്നെ വലിയ അറിവൊന്നുമില്ല അവളെ പറ്റിയിട്ട്. ഇത് കേട്ടപാട് റയാന് ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുന്നുണ്ട്, അവൻ്റെ ഉള്ളിലെ ഷെഫിനെ പുറത്തെടുക്കാൻ. കാരണം അലീന ഒരു ഷെഫായിരുന്നു. ഇവനും അതുപോലെ കിടിലിനായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏജൻസി ഇവനെ വെറുതെ വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുക്കിംഗ് തുടങ്ങി. അത് മാത്രമല്ല, ഗസ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോറിസ് ആണ് കേട്ടാ. അങ്ങനെ മോറിസ് ഇല്ലാത്ത നേരത്ത് അവനെ തിരക്കി പോലീസ് വരുന്നുണ്ട്. അതും നേരത്തെ കണ്ട പോലീസുകാരൻ. പക്ഷെ ആ പോലീസുകാരൻ്റെ കൂടെ വേറൊരുത്തൻ കൂടെ ഉണ്ട്. ആളൊരു ഡിറ്റക്റ്റീവാണ്. ആളുടെ പേരാണ് റോയ്സ്. ഇവൻ ചുമ്മാ ഡിറ്റക്റ്റീവ് മാത്രമല്ല, മരിച്ച ജോസ് ഉണ്ടല്ലോ, അവൻ്റെ അങ്കിള് കൂടിയാണ്. അങ്ങനെ പോലീസുകാരനും റൂയിസും കൂടെ ഡിന്നറിൻ്റെ സെറ്റപ്പൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം വലിയ റിച്ച് സെറ്റപ്പാണ്. അതൊന്നും പോരാഞ്ഞിട്ട് പ്രൈവറ്റ് സെക്യൂരിറ്റി. ഇതൊക്കെ കണ്ട ആർക്കാണേലും ഡൗട്ട് വരുമല്ലോ. എന്നാൽ ഈ സമയത്ത് ഇമജിൻ പറയാണ്, ഞങ്ങളൊരു ആർക്കിടെക്ചർ കമ്പനിയാണ്, ഇന്ന് ഞങ്ങളുടെ ക്ലയൻസ് വരുന്നുണ്ട്, അവർക്കുള്ള ഡിന്നറാണ്. സോ മോറിസ് പറഞ്ഞ അതേ എക്സാക്റ്റ് സെയിം നുണ തന്നെയാണ് ഇമജിനും പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെറും സേഫ് കളി മാത്രം. അങ്ങനെ റൂയിസ് ജോസിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇന്ന് രാവിലെ മുതൽ മിസ്സിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഇങ്ങേര് മോറിസ് എവിടെയെന്നും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെവിടെയെന്നും ചോദിക്കുന്നുണ്ട്. കാരണം ജോസിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഇവരെ രണ്ടുപേരെയും കണ്ടവരുണ്ട്. പിന്നെ പോരാത്തതിന് ഈ കൂടെയുള്ള പോലീസുകാരനും ആ ഒരു ഭാഗത്തു നിന്നാണ് ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇമജിൻ പറയാണ്, മോറിസ് പുറത്തു പോയിരിക്കുകയാണ്, വരാൻ 1 മണിക്കൂറാവും, വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അറിയിച്ചോളാം. എന്നാൽ ഈ സമയത്ത് റൂയിസ് അവരുടെ സോഫയിലിരുന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നല്ല സുഖമുള്ള സോഫ, 1 മണിക്കൂർ എന്നല്ലേ പറഞ്ഞ്, ഞാൻ ഇതിലിരുന്ന് വെയിറ്റ് ചെയ്തോളാം. സോ അങ്ങേര് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇമജിൻ ചോദിക്കുകയാണ്, അല്ല ഈ ജോസിനെ കാണാതായിട്ട് 1 ദിവസം പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അയാൾ മിസ്സിംഗ് ആണെന്ന്? അയാൾ വേറെ എവിടെയെങ്കിലും പോയതായിക്കൂടെ? ചിലപ്പോൾ വല്ല ട്രിപ്പിനും പോയിട്ടുണ്ടാവും. അവൻ വേറെ എവിടെയും പോയില്ലെന്ന്. ഇന്ന് അവൻ്റെ മകളുടെ മാമൂദീസയാണ്. അങ്ങനെയുള്ള ചടങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കാമെന്ന് പറഞ്ഞാൽ അതത്ര ശരിയല്ലല്ലോ. സോ ഈ ഒരു കാര്യത്തിലാണ് ഇവർക്ക് പഴച്ച്. പക്ഷെ അതൊന്നും ഇമജിൻ കാണിക്കുന്നില്ല. അങ്ങനെ ഈ ടൈമിൽ റൂയിസ് മോറിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കിടെക്ചറെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ, കാണാലോ എന്നും പറഞ്ഞ് നേരെ കുക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ആർക്കിടെക്ചർ, കുക്ക് രണ്ടും കൂടെ അങ്ങോട്ട് ചേരുന്നില്ല. അപ്പം തന്നെ റൂയിസിന് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അവർ മാനേജ് ചെയ്യുന്നു. ഇതെൻ്റെ ഹോബിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ റൂയിസ് പറയാണ്, ആഹാ നിങ്ങളാണല്ലേ ആർക്കിടെക്ചർ, എനിക്ക് ഈ ആർക്കിടെക്ചർ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല നിങ്ങൾ എന്ത് ടൈപ്പ് ഹോട്ടലാണ് ഇവിടെ കെട്ടാൻ പോകുന്നത്? ഈ ചോദ്യം കേട്ടേക്ക് റയാൻ കുടുങ്ങി. റയാൻക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ABCD പോലും അറിയില്ല. എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് റൂയിസിൻ്റെ സംശയങ്ങൾ കൂടി വരുന്നു. അങ്ങനെ റൂയിസിൻ്റെ കൂടെയുള്ള പോലീസുകാരൻ ഫുഡൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. ഇതിനാണെങ്കിൽ ഭയങ്കര സ്മെല്ല്. ആ സ്മെല്ല് കിട്ടിയാൽ തന്നെ ആർക്കാണേലും ആ ഫുഡ് കഴിക്കാൻ തോന്നും. പക്ഷെ സാധാരണ ഒരു സൂപ്പിനുണ്ടാവുന്ന പോലത്തെ ഒരു സ്മെല്ലല്ല അതിൻ്റെ. സോ ഇതിനു വേണ്ടി എന്തിൻ്റെ മീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് റയാൻ പറയാണ്, പോർക്കും ലാമ്പും ചിക്കനും മിക്സ് ആക്കിയിട്ടുള്ളൊരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഇത് കേട്ടേക്ക് അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടാ. എന്നാൽ ഈ ടൈമിൽ ഇമോജിൻ ഒരു കാര്യം പറയുന്നു, മോറിസ് വരാൻ 1 മണിക്കൂർ എടുക്കുമല്ലോ, അതുവരെ നിങ്ങൾ ഈ ജാക്കിൻ്റെ സൂപ്പൊക്കെ കുടിച്ചിട്ടിരിക്കും. മാമൻ്റെ മോനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സൂപ്പ് മാമൻക്ക് തന്നെ കൊടുക്കുന്നു. ഇത്രയും നേരം ബുദ്ധിമുട്ടിച്ചതിന് ഇമോജിൻ്റെ വക ശിക്ഷയാണിത്. എന്നാൽ ഇവിടെ റൂയിസ് ആണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് പറയണമെന്ന് റയാൻക്കറിയില്ല. അങ്ങനെ ആ സമയത്ത് ഇമജിൻ നൈസായിട്ട് അവനെ അങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സാധാരണഗതിയിൽ പോലീസുകാർ ഇൻവോൾവ് ആയ 3 കള്ളങ്ങളാണ് നമ്മൾ പറയാറ്: ആർക്കിടെക്ചർ, സിനിമ പ്രൊഡക്ഷൻ, ബിസിനസ്. സോ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. ഇതൊന്നും നിനക്കാരും പറഞ്ഞു തന്നില്ലേ എന്നും പറഞ്ഞ് നൈസായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് ഇമജിൻ. ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് റയാൻക്ക്. ഓൾറെഡി പുള്ളിക്ക് ഭ്രാന്തായി കഴിഞ്ഞു. അമ്മാതിരി ജോലിയാണല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റൂയിസിൻ്റെ സൂപ്പ് കുടിക്കൽ കഴിഞ്ഞു. അവൻ മോറിസിനെ കണ്ടു, മോറിസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ യാതൊന്നും കിട്ടുന്നില്ല. ഈ സമയത്ത് റൂയിസ് ഇമജിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ടൗണിലത്തെ ചെറുപ്പക്കാർ ഇടയ്ക്ക് ഇതുപോലെ ഒന്നും പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടുകാരെ അറിയിക്കുക. അതും മെയിൽ വഴി. അവർ സിറ്റിയിലോട്ട് പോയി, അല്ലെങ്കിൽ വേറെ രാജ്യത്തോട്ട് പോയി, ഇവിടെ സുഖജീവിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെയിൽ അയക്കാറ്. ഇതും അതുപോലത്തെ ഒന്നാവൂലേ? മിക്കവാറും ഈ പറഞ്ഞ മിസ്സിംഗ് കേസസ് ഒക്കെ ഇവരുടെ ഏജൻസി നടത്തിയിട്ടുള്ളതാവണം. അങ്ങനെ റൂയിസ് അവസാനമായിട്ട് ക്ലയൻസിൻ്റെ അടുത്തോട്ട് പോകുന്നു. അതായത് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പണക്കാരുടെ അടുത്തോട്ട്. എന്നിട്ട് അവരോടും ഈ ജോസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർക്കറിയാം ഈ ജോസിനെ തന്നെയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.
പക്ഷെ ഓൾറെഡി കള്ളങ്ങളൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് അവരത് പറയുന്നില്ല, അവർ മാനേജ് ചെയ്യുന്നു. സോ ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂയിസ് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നിഷാന്ത് എന്ന വലിയ റിച്ച് മനുഷ്യൻ അങ്ങേരെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് കേൾക്കേണ്ട താമസം റൂയിസ് കയറി ഇരിക്കുന്നുണ്ട്. കാരണം അവൻക്ക് ഇപ്പോഴും നല്ല ഡൗട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇമേജിനാണെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒരു വിധത്തിലൊന്ന് പോയി കിട്ടിയതായിരുന്നു, പക്ഷേ ഈ ചെങ്ങായി പിന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇമേജിൻ നിഷാന്തിനെ മാറ്റി നിർത്തി എന്തിനാണ് ആ പോലീസുകാരനെ ഇവിടെ പിടിച്ചു നിർത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നിഷാന്ത് ചോദിക്കുകയാണ്, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? അല്ല. എന്നാൽ ഒന്ന് കഴിക്കണം. കല്യാണം കഴിച്ചതിൻ്റെ ശേഷം നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളൊന്ന് ചീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു അഡർനാൽ റഷ് കിട്ടും. നമ്മളുടെ പങ്കാളി നമ്മളെ പിടികൂടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു റഷ് ഉണ്ടല്ലോ, അത് ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ്. അതേ സുഖം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഇയാൾ നമ്മളെ പിടികൂടുന്നു, പക്ഷെ അങ്ങനെ നടക്കില്ല. അതിന് ഞാൻ ഉറപ്പ് തരാം. ഇതൊക്കെ കേട്ടിട്ട് ഇമേജിനാണെങ്കിൽ കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട്. ഈ ചെങ്ങായിക്ക് ഭ്രാന്താണോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങേര് പറയുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോരോ ആനന്ദങ്ങളേ. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് അടുത്ത പ്രശ്നം. ജാക്കിനെ തിരക്കി ആലിസ് വന്നിരിക്കുകയാണ്. ആലിസ് എങ്ങാനും ജാക്കായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന റയാനെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കയ്യിൽ നിന്ന് പോവും. ഈ സമയത്താണ് അവളെ പറഞ്ഞു വിടാൻ വേണ്ടി ഇമേജിൻ വരുന്നത്. പക്ഷെ അവളാണെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറയണം, അതുപോലെ തന്നെ ബാത്റൂം ഒന്ന് യൂസ് ആക്കണം, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമില്ലെന്നും വിചാരിച്ച് ഇമേജിൻ നേരെ അവളെ റയാൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ജാക്കെന്നാണ് ഇമേജിൻ ഈ റയാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അവൾ മിണ്ടുന്നില്ല. അങ്ങനെ ഇമേജിൻ പോകുന്നു. ഈ സമയത്ത് ആലിസ് ചോദിക്കുകയാണ്, ഇവരെന്താണ് നിന്നെ ജാക്ക് എന്നൊക്കെ വിളിക്കുന്നത്? അല്ല, സത്യത്തിൽ ജാക്ക് എവിടെ? അവൻ UK തിരിച്ചുപോയി. അവനക്ക് വേണ്ടിയിട്ട് അവനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതേ സെയിം ടൈമിൽ തന്നെ ഡിന്നർ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടാ. അതുമാത്രമല്ല, റൂയിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനുണ്ടല്ലോ, ആൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ റൂയിസിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഫുഡൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവന്മാർ നല്ല പഠിച്ച കള്ളന്മാരായതുകൊണ്ട് എല്ലാത്തിൽ നിന്നും നല്ല സ്മൂത്തായിട്ട് എസ്കേപ്പ് ആവുന്നു. ഇതേ സമയം ആലിസ് ആണെങ്കിൽ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ജാക്കിൻ്റെ വാച്ച്, 12 വർഷമായിട്ട് അവൻ കൊടുക്കാൻ തയ്യാറല്ലാത്ത വാച്ച്, റയാൻ്റെ കയ്യിൻ്റെ മുകളിൽ കാണുന്നത്. അതുമാത്രമല്ല, അവൻ കുക്ക് ചെയ്യുന്നത് ബ്ലഡ് കൊണ്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ അവളാകെ പേടിക്കുന്നുണ്ട്. സോ എത്രയും വേഗം അവിടുന്ന് പുറത്ത് കിടക്കണമെന്ന് കരുതി വണ്ടി എടുക്കുന്നു. എന്നാൽ കഷ്ടകാലത്തിന് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇതിൻ്റെ ഇടയിൽ റൂയിസും ബാക്കിയുള്ള എല്ലാവരും ഷെഫിനെ വിളിപ്പിക്കുന്നുണ്ട് അവൻക്കൊരു കയ്യടി കൊടുക്കാനായിട്ട്. കാരണം ഇത്രയും നല്ല ടേസ്റ്റുള്ള ഡിന്നർ ഇവരാരും ഇന്നേ വരെ കഴിച്ചിട്ടില്ല. റൂയിസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, മനുഷ്യരുടെ ഇറച്ചി ആദ്യമായിട്ടാണ് അവൻ തിന്നുന്നത്, അതും പോർക്കാണെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഇമേജിൻ റയാൻ്റെ അടുത്തോട്ട് പോകുന്നു. ഈ സമയത്ത് റയാൻ ഏജൻസിയുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, അലീന എന്ന് പറയുന്ന ഷെഫിൻ്റെ ഒരു കഥ മോറിസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവൾ ഗംഭീര ഡിന്നർ ഉണ്ടാക്കിയപ്പോഴാണ് അവൾ വെറുതെ വിട്ടത്. സോ ഇവൻക്കും അതേ സെയിം പ്ലാൻ തന്നെയാണ്. ഈ സമയത്ത് ഇമേജിൻ ഒരു കാര്യം പറയുന്നുണ്ട്, മോറിസ് അറിഞ്ഞ കാര്യങ്ങൾ പാതി ശരിയാണ്, പാതി തെറ്റും. അവളിപ്പോൾ ഷെഫൊന്നുമില്ല. ലാസ്റ്റ് ഡിന്നറിന് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ഡിന്നറിന് ഷെഫിന് പകരം അവളെ ഏജൻസി ഇൻഗ്രീഡിയൻ്റ് ആക്കി മാറ്റി. സോ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല എന്നർത്ഥം. ജാക്ക്, തുടക്കത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്, പക്ഷെ പോകെ പോകെ ഒക്കെ ഓക്കെ ആവും. പോസിറ്റീവ് സൈഡ് മാത്രം നീ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഈ ടൈമിലാണ് ഡിന്നർ കഴിക്കുന്നവർ ഇവനെ വിളിപ്പിക്കുന്നത്. റയാൻ ചെല്ലുന്നു. പിന്നെ അവിടെ ഫുള്ള് കയ്യടിയാണ്. അങ്ങനെ റയാൻ പറയാണ്, ഫുഡ് കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു ഡെസേർട്ട് കൂടെ ബാക്കിയുണ്ട്. ഈ ഡെസേർട്ടാണ് മറ്റേ നാക്ക് കൊണ്ടുള്ള സാധനം. ഈ ഡെസേർട്ട് എന്ന് കേട്ടേക്ക് ക്ലൈൻറ്റിൽ തുരുത്തി ആക്രാന്തം മൂത്ത് വിളിച്ച് പറയാണ്, നാക്കാണോ? എന്നാ വേഗം പോരട്ടെ. ഇത് കേട്ടേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്. സാധാരണ ഏതൊരു മൃഗത്തെ പിടിച്ചാലും നാക്ക് കഴിക്കാറില്ല, ആരും കഴിക്കാറില്ല എന്ന് മാത്രമല്ല പറയാറ് കൂടെയില്ല. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ റൂയിസിന് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്തിൻ്റെ നാക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോർക്കിൻ്റെ നാക്കാണെന്നൊക്കെ പറഞ്ഞ് റയാൻ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നു. എന്തൊക്കെയാണേലും ഈ ഡെസേർട്ട് റൂയിസിന് വേണ്ടാന്നാണ് അവൻ പറയുന്നത്. നാക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും വല്ലാത്തൊരറപ്പ് തോന്നും. അങ്ങനെ നാക്കെടുക്കാൻ വേണ്ടി റയാൻ പോകുന്നു. അവൻ നോക്കുമ്പോൾ ഈ മരിച്ച ജോസ് ഉണ്ടല്ലോ, അവൻ്റെ തൊണ്ടക്ക് ഹെർപ്പീസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ട്. അത് നല്ല രീതിക്ക് തന്നെ നാക്കിനെയും ബാധിച്ചിട്ടുണ്ട്. സോ അത് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നാക്ക് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് റയാനും ഇമേജിനും. അപ്പോഴാണ് അങ്ങോട്ട് ആലിസ് വരുന്നത്. എനിക്കൊരു ടാക്സി വിളിച്ചു തരുമോ? എൻ്റെ വണ്ടി കേടായി, എന്നെ പിക്ക് ചെയ്യാൻ വരാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് കേട്ടാൽ പിന്നെ ഇമേജിൻ വെറുതെ ഇരിക്കുമോ? അവളെ തട്ടുന്നു, അവളുടെ നാക്ക് ബാക്കിയുള്ളവർക്ക് സർവ് ചെയ്യുന്നു. പക്ഷെ സർവ് ചെയ്യുന്ന സമയത്ത് സ്പൂണിൻ്റെ മുകളിൽ റയാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതും നമ്മളുടെ റൂയിസിന് ബാത്റൂമിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്.
അങ്ങനെ ബാത്റൂമിലെത്തി ഡോറും ലോക്ക് ചെയ്തു. എന്നിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ റയാൻ റൂയിസിനോട് പറയുന്നുണ്ട്. പക്ഷെ ജാക്കിന്റെ കാര്യം പറയുന്നില്ല ട്ടാ, ഈ ജോസിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് കേട്ടപാട് റൂയിസ് ആണെങ്കിൽ തിന്ന ഭക്ഷണം മുഴുവൻ ഛർദ്ദിക്കുന്നുണ്ട്. അത്രയും ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ തെളിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആരും അറിയാതെ മറ്റേ അണ്ടർഗ്രൗണ്ടിലോട്ട് റയാൻ അവനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ അതാ നാക്ക് മുറിച്ച നിലയിൽ ആലിസ് കിടക്കുന്നു. അതുമാത്രമല്ല ജോസിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റോയ്സ്. അവൻ വേഗം ഫോൺ എടുക്കുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ഫോണ് ആ വീടിനകത്ത് ചാർജിന് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അത് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് റയാൻ പോകുന്നുണ്ട്. അങ്ങേര് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അണ്ടർഗ്രൗണ്ടിന്റെ വാതിലടക്കാൻ റയാൻ മറന്നിരുന്നു. സോ അതിനകത്തെ വെളിച്ചം പുറത്തോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ട മോറിസ് ആണേലോ പതുക്കെ പതുക്കെ അകത്തോട്ട് കയറുന്നു. ശേഷം മരം മുറിക്കുന്ന മെഷീനോണ്ട് റൂയിസിനെ അങ്ങ് ഇല്ലാതാക്കുന്നു. ആകെ കൂടെ ഉണ്ടായിരുന്ന പിടിവള്ളിയായിരുന്നു ഇത്. അതും നഷ്ടപ്പെട്ടു. റയാൻ പിന്നെയും കുടുങ്ങിയെന്ന് വേണേ പറയാം. അവൻ വന്ന് നോക്കുമ്പോൾ റൂയിസ് മരിച്ചു കിടക്കുകയാണ്. അതുമാത്രമല്ല അവൻ്റെ ബോഡി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോറിസ്. ഇതൊക്കെ കണ്ടപാട് റയാൻ ഉറപ്പിച്ചു, ഇനി അവൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു, എല്ലാവരും തിരിച്ചുപോയി. അങ്ങനെ പിറ്റേ ദിവസമായി. ഇമജിൻ ആണേൽ റൂയിസിന്റെ ഫാമിലിക്ക് ഒരു ഇമെയിൽ അയക്കുന്നു. അതും റൂയിസ് ആയിട്ട്, ഞാൻ ഈ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുകയാണ്. ജോസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അവൻക്ക് വേറെ ഏതോ എഫ്ഐആർ ഉണ്ട്. അവനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ നാട്ടിലേക്ക് മടങ്ങുള്ളൂ. ഇതൊക്കെയാണ് ഇമെയിൽ. ഇൻ കേസ് പോലീസ് അന്വേഷണം വന്നാൽ അതൊന്നും ഇവരുടെ മേൽക്ക് തിരിയാതിരിക്കാൻ വേണ്ടി മറ്റൊരു IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അന്ന് രാവിലെ ഇമജിൻ റയാനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ജാക്ക്, നീ ഇപ്പോൾ ഫേമസ് ആണ് ട്ടാ. ധാരാളം റിക്വസ്റ്റാ നിനക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഫുഡ് എല്ലാവർക്കും ബോധിച്ചു. അടുത്ത പണി ആഫ്രിക്കയിലാ. അതിനു മുമ്പ് നീ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വാ. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ജാക്കായിട്ടാണല്ലോ ഇവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നില്ലെങ്കിൽ അവൻ മരിക്കും. സോ ജാക്കായിട്ട് തന്നെ ജാക്കിൻ്റെ നാട്ടിൽ ജീവിക്കണം. സോ സ്വന്തം അമ്മയെ പോലും കാണാൻ പറ്റില്ല എന്നർത്ഥം. ഈ സമയത്താണ് ഇമജിൻ മറ്റൊരു കാര്യം പറയുന്നത്. ഡേയ്, നിന്റെ GPS ഇത് എന്ത് പറ്റി? സാധാരണ GPS ഘടിപ്പിച്ചവര് മരിച്ചാലാണ് GPS കാണിക്കാതിരിക്കുക. ഇതും പറഞ്ഞ് പുതിയൊരു GPS അവന്റെ ദേഹത്തോട്ട് പിടിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ആദ്യത്തെ GPS ജാക്കിന്റെ മേളിലായിരുന്നു. എന്നാൽ അവൻ മരിച്ചോണ്ട് GPS കാണിക്കുന്നില്ല. സോ ജാക്കാണെന്നും കരുതി ഇവര് പിന്നെയും റയാന്റെ മേളിൽ GPS വെക്കുന്നു. അതുകൊണ്ട് തന്നെ റയാൻക്ക് ഇനി ഇവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ എല്ലാം അവസാനിച്ചു. ജാക്കിന്റെ നാട്ടിലോട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഇരിക്കുകയാണ് റയാൻ. പക്ഷെ അടുത്ത മന്ത് ആഫ്രിക്കയിൽ ഇതേ പണി ഉണ്ട് ട്ടാ. ഈ സമയത്താണ് ഒരുത്തൻ റയാനുമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജോലി എന്താ? ഞാനൊരു ഷെഫാ. പല രാജ്യത്ത് പോയിട്ട് ഈ പണക്കാർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുക, അതാണ് എൻ്റെ പണി. അതിന് നല്ല ശമ്പളവും കിട്ടും. ഉഫ് ബ്രോ, നിങ്ങളുടെ ജീവിതമാണ് ജീവിതം. എത്ര ക്യാഷ് ഉണ്ടാക്കുക. വല്ല ഷെഫായിട്ടും ജനിച്ചാൽ മതിയായിരുന്നു. ഇവനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ റയാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ അവസാനിക്കുന്ന സമയത്ത് ഒരു ചോദ്യം നമ്മൾക്കായിട്ട് ബാക്കി വെക്കുന്നുണ്ട്. വാട്ട് യു വിഷ് ഫോർ? നിങ്ങൾ എന്തിനെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? സോ അത്യാഗ്രഹം, അതിനുള്ളത് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.